അപ്പോൾ തുടങ്ങാം. ഈ രണ്ട് എൻ്റെ സുഹൃത്തുക്കൾ യുവന്മാർ അവിടെ ഇരുന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ ഒരു ചിരി തെണ്ടികൾ. പ്രിൻസിപ്പൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്താ സംഭവം? ഇതാണ് സംഭവം. തിരിയടാ, അടിയോടടി. ഒരു ക്ലാസ്സിൻ്റെ പുറത്ത് എന്നെ ഇങ്ങനെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് ഇങ്ങനെ നിർത്തി ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ പഴയ കാലത്ത് ഈ പടയാളികളൊക്കെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും താഴെയുള്ള പട്ടാളക്കാരൊക്കെ പറയില്ലേ, അവനെ ഞങ്ങൾക്ക് വിട്ടു തരൂ എന്ന് പറയുന്ന പോലെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കീലേരി വെച്ചു ജയിലിൽ നിന്ന് വരികയല്ലേ, അതേ ലൈനാണ്. അപ്പോൾ തുടങ്ങാം. ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞത് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് പ്രായമുള്ള സമയത്തെ ഒരു സംഭവമാണ്. അവിടെ നിന്ന് കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം. ഞാൻ പഠിക്കുന്നത് കേരളത്തിലെ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്കൂളിലാണ്. അപ്പോൾ +1 അവിടേക്ക് അഡ്മിഷനായിട്ട് വരാൻ വേണ്ടി ആളുകൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ തന്നെ 10 വരെ പഠിച്ചവർക്ക് +1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ 80% മാർക്ക് ഉണ്ടായിരിക്കണം 10ാം ക്ലാസ്സിൽ. പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ 94% ഒക്കെ ആയിരുന്നു ആ വർഷം കട്ട് ഓഫ് പെർസെൻറ്റേജ് വെച്ചിരുന്നത്. അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്, ഭയങ്കര ബുദ്ധിയുള്ള ആളുകളെല്ലാം വന്ന് പഠിക്കാൻ പോകുന്ന ഒരു സ്കൂളാണ്. എനിക്ക് കൃത്യം 79% മാർക്കേ ഉള്ളൂ 10ാം ക്ലാസ്സിൽ. സോ എനിക്ക് +1 അവിടെ സയൻസിന് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരുടെ ഇതനുസരിച്ച് ആ റെപ്യൂട്ടഡ് സ്കൂളിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മന്ദബുദ്ധിയായി പോകും. അതേപോലെ തന്നെ ആ കാലത്ത് സയൻസിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും ഞാൻ മന്ദബുദ്ധിയായി പോകും. അതുകൊണ്ട് തന്നെ ഇനി എന്ത് വന്നാലും നീ അവിടെ തന്നെ സയൻസിന് പഠിച്ചേ പറ്റൂ എന്നുള്ളതാണ് അവരുടെ തീരുമാനം. എൻ്റെ അമ്മയൊക്കെ വന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവസാനം എനിക്ക് അവിടെ അഡ്മിഷൻ തന്ന് ഞാൻ അവിടെ പഠിക്കാൻ കയറുന്നത്. ഓൾമോസ്റ്റ് 464 സ്റ്റുഡൻസ് എങ്ങാണ്ടുണ്ട് 11ാം ക്ലാസ്സിൽ. അതിൽ 463ാമത്തെ റാങ്ക് എങ്ങാണ്ടായിരുന്നു എനിക്ക് ആദ്യത്തെ ഒരു സീരിയസ് എക്സാമോ ഓണപരീക്ഷയോ അങ്ങനെ എന്തോ ഒരു പരീക്ഷ നടത്തുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പം തന്നെ കാര്യം മനസ്സിലായി, ഇത് നടപടിയുള്ള കേസല്ല എന്നുള്ളത്. അങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് +1 കഴിഞ്ഞ് +2 തുടങ്ങുന്നതിന് മുമ്പ് ഈ അവധിക്കാലത്തും ചെറിയ എൻട്രൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്കൂൾ അത്ര റെപ്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു കോച്ചിങ് സെൻറ്റേഴ്സ് അവർ നമ്മുടെ സ്കൂളിൽ വന്ന് പഠിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം ക്ലാസ്സിൽ ഇങ്ങനെ ഞാനും എൻ്റെ ഒരു 2 ഫ്രണ്ട്സും ഇരിക്കുകയാണ്. സാർ എന്തോ ഒരു ചോദ്യം ചോദിച്ചു. എനിക്കൊരു വഴക്കം മനസ്സിലായില്ല. എൻ്റെ തൊട്ടപ്പുറത്തിരുന്നവനും അത്ര പിടുത്തമില്ല, എന്നാൽ അതിനപ്പുറത്തിരുന്ന വ്യക്തിക്ക് ആൻസർ അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇതാടാ ആൻസർ എന്ന് ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ പുള്ളിക്ക് അത് വിളിച്ച് പറയാനും ഒരു നാണം. അപ്പോൾ സാറിങ്ങനെ ചോദിക്കുക, ആർക്കെങ്കിലും ആൻസർ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെയൊക്കെ എഴുതി തള്ളിയിട്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ നടുക്കിരുന്നവനോട് പറഞ്ഞു, എടാ നീ പറയടാ എന്ന് പറഞ്ഞു ഇവനെ ഇങ്ങനെ തോണ്ടി. അപ്പോൾ ഇവൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ കിടന്ന് വിറക്കുകയാണ്. ഞാൻ ഒന്ന് ആഞ്ഞങ്ങ് തോണ്ടി. അപ്പോഴത്തേക്കും സാറത് കണ്ടു. പുള്ളി വന്നിട്ട് ചോദിച്ചു, എന്നാ തൻ്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ വളരെ മര്യാദയ്ക്ക് പറഞ്ഞു, അതൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. ഇതിനകത്ത് പുച്ഛമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? പുച്ഛമൊന്നുമില്ലായിരുന്നു. ഞാൻ അതൊന്നുമില്ല സാറേ എന്നാണ് പറഞ്ഞത്. എന്നാൽ പുള്ളിക്ക് അതങ്ങോട്ട് പിടിച്ചില്ല. പുള്ളി നേരെ എൻ്റെ ഷർട്ടിൻ്റെ കോളറയിൽ ഒരു പിടുത്തം പിടിക്കുന്നു, നേരെ എന്നെ പൊക്കുന്നു. ഇറങ്ങടാ പുറത്ത് എന്നെല്ലാം പറഞ്ഞ് പുള്ളി എന്നെ നേരെ ക്ലാസ്സിന് പുറത്തേക്ക് കൊണ്ടുവന്നു. കോറിഡോറിൽ പുള്ളി ചേർത്ത് വെച്ചിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ചൂടാകുകയാണ്. ബേസിക്കലി പുള്ളി ചൂടാകാത്തൊരു വ്യക്തിയാണ്, ഒരിക്കലും ചൂടാകാത്തൊരു വ്യക്തി. പുള്ളി അങ്ങനെ ഒരാൾ പെട്ടെന്ന് ചൂടായപ്പോഴത്തേക്കും ഭയങ്കര ഒച്ച, ഭയങ്കര ബഹളം. സോ എനിക്ക് കാണാം ലിറ്ററലി ആ കോറിഡോറിൽ ഞാൻ നിൽക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും സാറുമാർ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുക, എന്താ അവിടെ എന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ പുറത്ത് എന്നെ ഇങ്ങനെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് ഇങ്ങനെ നിർത്തി ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, കയറാകത്ത് എന്ന് പറഞ്ഞു. ഞാൻ അകത്തേക്ക് കയറി, ഒരു ആകെ ചമ്മലും നാണക്കേടും എല്ലാം ആയിട്ട് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ഈ 2 എൻ്റെ സുഹൃത്തുക്കൾ യുവന്മാർ അവിടെ ഇരുന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ ഒരു ചിരി തെണ്ടികൾ. ആ ചിരി കണ്ടപ്പോൾ എനിക്ക് ഉള്ളിലൊരു സങ്കടം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഉടനെ ഒരു ചിരി അങ്ങ് ചിരിച്ച് കാണിച്ചു. അപ്പോൾ പുള്ളി, നമ്മുടെ സാറ് വിചാരിക്കുന്നത് ഞാൻ അയാളെ പുച്ഛിച്ചതാണ്. പുള്ളി ഈ ഷർട്ടിൻ്റെ പുറകിൽ കൂടെ എന്നെ ഒരു പിടുത്തവും കൂടി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ചിരിക്കുന്നോടാന്നും പറഞ്ഞ് പുറകിൽ കൂടെ പിടിച്ച് പുള്ളി വീണ്ടും എന്നെ വലിച്ച് നേരെ ക്ലാസ്സിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. വീണ്ടും പുള്ളി ചൂടാകുന്നു. വീണ്ടും നീ ആരാടാ, നീ എന്താടാ, നിനക്ക് എന്നാടാ പണി എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് ചൂടാകുന്നു. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒച്ച കേട്ട് എല്ലാ ക്ലാസ്സിലെയും സാറുമാർ വീണ്ടും പുറത്തിറങ്ങി. അതിൽ തന്നെ ഒരു മെയിൻ സാറ് വന്നിട്ട് പറഞ്ഞു, സാറേ അവനെ ഇങ്ങോട്ട് വിട്ടുതാ. ഏതോ പഴയ കാലത്ത് ഈ പടയാളികളൊക്കെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും താഴെയുള്ള പട്ടാളക്കാരൊക്കെ പറയില്ലേ, അവനെ ഞങ്ങൾക്ക് വിട്ടു തരൂ എന്ന് പറയുന്ന പോലെ ഈ പുള്ളി വന്നിട്ട് പറയാം, അവനെ ഇങ്ങോട്ട് വിട്ടുതാ സാറേ, അവനെ ഞാൻ പഠിപ്പിക്കാമെന്ന്. ഉടനെ പുള്ളി പറഞ്ഞു, വേണ്ട, എൻ്റെ ക്ലാസ്സിലെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങളാരും ഇടപെടണ്ട എന്ന് പറയുന്നു.
അങ്ങനെ ഒരു മാന്യത പുള്ളി കാണിച്ചു. പുള്ളി വന്ന് കയറാകത്തെന്ന് പറഞ്ഞു. പുള്ളിക്ക് അന്ന് ഞാൻ നമ്മളോട് എന്തോ ഒരു ദേഷ്യമോ തോന്നിയതോ അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ താങ്ങാൻ പറ്റാത്ത ദേഷ്യം പുറത്തേക്ക് വന്നതോ എന്തോ ആണ്. എന്നിരുന്നാലും ഞാൻ അകത്തേക്ക് വന്നു. അകത്തോട്ട് കയറുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വാ കൂട്ടി പിടിക്കലാന്ന് പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞ് വാ പിടിക്കുന്നു. എന്നിട്ട് ഞാൻ വെറുതെ അകത്തേക്ക് കയറുന്നു. അകത്ത് കയറി അവിടെ ചെന്നിരിക്കുന്നു. 5 മിനിറ്റ് കൊണ്ട് തന്നെ ക്ലാസ് കഴിയുന്നു. ബെല്ലടിക്കുന്നു. ബെല്ലടിക്കുന്നതും എവിടെ നിന്നാണെന്നറിയാൻ മേല കുറേ സാറുമാർ ഓടി വന്ന് ക്ലാസ്സിനകത്തേക്ക് കയറിയിട്ട് വന്നു. അവനെന്തി ആ ചെറുക്കൻ എന്തി എന്ന് ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നു. ലോണ്ടല്ല അവൻ എന്നുള്ള സാധനത്തിൽ. അപ്പോൾ നേരെ വന്ന് എന്നെ പിടിക്കുന്നു. നിക്കടാ എന്ന് പറഞ്ഞ് നേരെ ക്ലാസ്സിൽ നിന്ന് താഴെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. പ്രിൻസിപ്പൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്താ സംഭവം? ഇതാണ് സംഭവം. തിരിയടാ. അടി അടിച്ചിട്ട് പറഞ്ഞു നീ ക്ലാസ്സിൽ ഇരിക്കണ്ട, നീ ഇറങ്ങിക്കോ. എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഇറക്കി വിടാനും പറ്റുമല്ലോ, റിസ്ക് അല്ലേ. എന്നെ ഇറക്കി വിട്ട് ഞാൻ വല്ല പറമ്പിലും പോയോ അല്ല വേറെ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ റിസ്ക് അല്ലേ. അവർ പറഞ്ഞു നിൻ്റെ വീട്ടിലോട്ട് വിളിക്കടാ, വീട്ടുകാർ വരട്ടെ ഇവിടെ, അവരിവിടെ വന്ന് നിന്നെ ഇവിടുന്ന് അവരുടെ കൂടെ നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിക്കുന്നു. വീട്ടിലേക്ക് വിളിക്കുമ്പോഴാണ് വമ്പനൊരു ട്വിസ്റ്റ് നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ ആക്ച്വലി അന്ന് സ്കൂളിലേക്ക് വരികയാണ്. സ്കൂളിലേക്ക് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ എൻ്റെ ഫാമിലി, എൻ്റെ 2 പരിചയമുള്ള അടുത്ത ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും കൂടെ ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ടിക്കറ്റ്സ് എല്ലാം എടുത്തു കഴിഞ്ഞു. എനിക്ക് മാത്രം എടുത്തിട്ടില്ല. ബിക്കോസ് എനിക്ക് ക്ലാസ് ഉണ്ട്. എനിക്ക് ഈ 4-5 ദിവസം ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു 4-5 ദിവസത്തേക്ക് അവധി തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. അപ്പോൾ കോയിൻസിഡൻ്റലി സെയിം ദിവസം ഞാൻ ഫോൺ വിളിക്കുന്നു. അന്ന് മൊബൈൽ ഫോണുള്ള കാലമൊക്കെ തന്നെയാണ്. ഫോൺ വിളിക്കാൻ പറയുന്നു, മക്കളെ ഞങ്ങൾ വരുന്നുണ്ട്, വരുന്ന വഴിക്ക് കുറച്ച് റബ്ബർ ഷീറ്റൊക്കെ വിൽക്കാനുള്ളത് ഞങ്ങൾ വണ്ടിയെ കയറ്റിയിട്ടുണ്ട്, അതൊക്കെ വിറ്റിട്ട് ഞങ്ങൾ ആ വഴിക്ക് വരാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ധൃതിയൊന്നുമില്ല, ഞാനിവിടെ റെഡിയായിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇവർ കറങ്ങിത്തിരിഞ്ഞ് സ്കൂളിൽ വരുന്നു. സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 10 ദിവസത്തെ സസ്പെൻഷൻ അടിച്ചു തന്നിരിക്കുകയാണ്, കൊണ്ടുവെക്കോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗോവയ്ക്ക് പോകാൻ അവധി ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ അപ്പോഴും പ്രശ്നം, ഗോവയ്ക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏപ്രിൽ 20 മുതൽ 25 അങ്ങനെ എന്തോ ഒരു ഡേറ്റാണ്. എൻ്റെ സസ്പെൻഷൻ ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 22 വരെ എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ. അത് കഴിയും. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ഞാൻ 2 ദിവസം വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും, അപ്പോൾ ഞാനില്ലാതെ അവർ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ സസ്പെൻഷൻ കഴിഞ്ഞുള്ള ദിവസം എനിക്ക് ക്ലാസ്സിൽ കയറാനും പറ്റില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയയിൽ അമ്മ പാവ പുള്ളിക്കാരി, നുണയൊന്നും പറയാത്ത പുള്ളിക്കാരിയോടെ കൊണ്ട് ഞാൻ കൊണ്ടുപോയി പറയിപ്പിച്ച് എന്നെ മര്യാദയൊക്കെ പഠിപ്പിച്ച് കുറച്ച് പ്രാർത്ഥനയൊക്കെ ഇത് ചെയ്ത് മര്യാദയൊക്കെ പഠിപ്പിച്ച് ഏതെങ്കിലും വേളാങ്കണ്ണിയിലോ വല്ലതും കൊണ്ടുപോയി ഇവനെ നന്നാക്കിയിട്ട് കൊണ്ടുവരിക എന്നും പറഞ്ഞ് ഒരു 13 ദിവസത്തെ സസ്പെൻഷൻ അടിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെയല്ല, ഇതൊന്ന് 3 ദിവസം കൂടെ കഴിഞ്ഞ് വന്നാൽ മതിയോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ പിന്നീട് എൻ്റെ അറിവിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സസ്പെൻഷൻ എന്ന് പറയുന്നത് 1 ദിവസമാണ്, ഏറ്റവും കൂടിയ സസ്പെൻഷൻ. ആ സ്കൂളിൽ എനിക്ക് 10 ദിവസത്തെ സസ്പെൻഷൻ തന്നാൽ അങ്ങോട്ട് പോയി ചോദിച്ച് 13 ദിവസത്തെ സസ്പെൻഷനാക്കി മാറ്റി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ അറിവിൽ ഇപ്പോഴും ആ സ്കൂളിലെ റെക്കോർഡ് എൻ്റെ പേരിൽ തന്നെയായിരിക്കും. അങ്ങനെ സസ്പെൻഷനൊക്കെ മേടിച്ച് പെട്ടിങ്കരൊക്കെയായിട്ട് സ്ഥലം വിട്ടുന്നു, ഗോവയ്ക്കെല്ലാം പോകുന്നു, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഞാൻ പോയ ഈ 13 ദിവസം ഇവിടെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അതിൽ ഈ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിലേക്ക് ഈ സാറ് പഠിപ്പിക്കാൻ വരുമല്ലോ. അപ്പോൾ പഠിപ്പിക്കാൻ വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ അവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സൊക്കെ പോയിട്ട് ഒരു ബ്രീഫ് കൊടുക്കും. പഠിക്കാൻ വന്നതാണെങ്കിൽ പഠിച്ചിട്ട് പോകണം. അപ്പോഴത്തെ ക്ലാസ്സിലെ ആ ചെറുക്കനെ അറിയാലോ, ഷെറിൻ, അവനെ അറിയാലോ, അവൻ്റെയൊക്കെ ഭാവി എന്താവുമെന്നറിയാമല്ലോ, അവനൊക്കെ ഇവിടെ കാണിച്ച തോന്നിവാസം കണ്ടല്ലോ. അവൻ്റെയൊക്കെ പോലെ ആ ജീവിതമായി പോകണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ക്ലാസ്സിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നതാണ്. എന്നെ ഒരു സ്പെസിമനാക്കി വെച്ചിട്ട് എല്ലാ ക്ലാസ്സിലും എൻ്റെ പേര് വെച്ച് അടിക്കുകയാണ്. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കീലേരി വെച്ച് ജയിലിൽ നിന്ന് വരികയല്ലേ, അതേ ലൈനാണ്. ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോഴത്തേക്കും ഒരു നോട്ടം, ഒരു പ്രശ്നം, അങ്ങനത്തെയൊക്കെ ഒരു ഇതിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ ഇത് ആകെ അങ്ങ് വഷളായതിന് ശേഷം പിന്നീട് ദിവസങ്ങൾ മുമ്പിലേക്ക് പോവാം. പിന്നെയും എൻ്റെ സ്കൂളിൽ അതിന് ശേഷവും ഞാനൊരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അത് പിന്നീടൊരു അവസരത്തിൽ ഞാൻ പറയാം. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് വലുതായി പോകും. ഞാൻ ആ +1 അവസാനമാണ് ഇത് സംഭവിക്കുന്നത്. +2 അവസാനം ആകുമ്പോൾ 1 വർഷം കഴിഞ്ഞ് ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ പ്രചരിക്കുന്ന കഥയിൽ ക്ലാസ്സിൽ വന്ന സാറിൻ്റെ അടുത്ത് ഞാൻ ചൂടായതിൻ്റെ പേരിൽ
എന്നെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള രീതിയിലായി കഥ. കാരണം ഒരു ആളിൽ നിന്നും അടുത്ത ആളിലേക്ക് കഥ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് കഥയുടെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി ഇങ്ങനെ പോവുകയാണ്. എനിവേ ആ വർഷം കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ സ്കൂളിൽ നിന്ന് പോവുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് കോളേജിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞു, എൻ്റെ കോളേജ് കഴിഞ്ഞു, ഞാൻ PG കഴിഞ്ഞു. പിന്നെ ഒരു 1-2 വർഷം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് റാൻഡമായിട്ട് ഞാനൊരു പയ്യനെ പരിചയപ്പെട്ടു. പയ്യനെ പരിചയപ്പെട്ട് ഇങ്ങനെ സംസാരിച്ച് പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. അതായത് ഞാൻ പഠിച്ചു കഴിഞ്ഞ് 3, 4, 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവൻ പഠിക്കുന്നത്. അപ്പോൾ ഇവനിങ്ങനെ സ്കൂളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ചേട്ടൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, അത് ഈ സ്കൂളിലാണോ എന്നറിയില്ല, ഹോസ്റ്റലിലാണോ എന്നറിയില്ല, പക്ഷേ ഈ പേരെനിക്ക് നല്ല ഫെമിലിയാരിറ്റി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ റാൻഡമായിട്ട് സംസാരിച്ച് അങ്ങനെ പോകുന്നു. ഈ പറഞ്ഞ പയ്യൻ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു മലയാള സിനിമയ്ക്ക് തിരക്കഥയൊക്കെ എഴുതുന്നുണ്ട്, അവനൊക്കെ നന്നായി വരട്ടെ. അങ്ങനെ ഈ പയ്യൻ പറഞ്ഞു. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു, എനിക്ക് ഓർമ്മ വന്നു, ചേട്ടൻ്റെ പേര് ഓർമ്മ വന്നു, ചേട്ടൻ്റെ പേര് അവിടെ സ്കൂളിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇപ്പോഴും ഫേമസ് ആയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിൻ്റെ ഫേമസ്? ചേട്ടനല്ലേ നമ്മുടെ സാറിനെ തല്ലിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് സാറിനെ തല്ലിയേ? ഇപ്പോൾ ചേട്ടൻ ഓർമ്മയില്ലെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, എന്താ നീയൊക്കെ ഇപ്പോൾ പറയുന്ന കഥ എന്താ എന്ന് ചോദിച്ചവൻ പറഞ്ഞു, സ്കൂളിൽ ക്ലാസ്സിൽ വന്ന് നിന്നേച്ച് സാറ് എന്തോ ചോദ്യം ചോദിച്ചു, ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല, ചേട്ടൻ ചൂടായി, ചേട്ടനെ അടിക്കാൻ വേണ്ടി സാറ് വടിയെടുത്തപ്പോൾ ആ വടി മേടിച്ചിട്ട് ചേട്ടൻ സാറിനിട്ട് അടിച്ചു. ഇങ്ങനെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അവനെ പോലെയൊക്കെ ആയി പോവും ജീവിതം, അതുകൊണ്ട് മര്യാദക്കൊക്കെ ഇരുന്നോണം, അവനെ പോലെ ഒന്നും ഗുരുത്വദോഷിയായി പോകരുതെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ പേര് പറഞ്ഞ് ഇപ്പോഴും അവിടെ ടീച്ചർമാർ പറയുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഏത് ക്ലാസ്സിലിരുന്ന് ഒരുത്തനോട് എടാ പറയടാ എന്ന് പറഞ്ഞൊന്ന് തോണ്ടി വിളിച്ച് സംഭവം എസ്കലേറ്റ് ചെയ്ത് ഈ ഒരു 8-10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനെ തല്ലിയെന്നുള്ള അവസ്ഥയായി. ഇപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഈ സംഭവം പറഞ്ഞിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സാറിന് എന്ത് ചെയ്തു എന്നായിരിക്കും അവിടെ ആ പറഞ്ഞു കൊടുക്കുന്ന കഥ എന്ന് എനിക്കറിയാമല്ല, അല്ലെങ്കിൽ കഥ എത്രത്തോളം വളർന്നിട്ടുണ്ടാകുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ സ്കൂളിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ ഏതെങ്കിലും സ്കൂളിൽ സാറിനെ തല്ലിയവൻ ഇങ്ങനെ ഒരുത്തനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഈ പേര് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് സത്യമായ കാര്യമല്ല. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടുള്ള ഒരു സംസാരത്തിൻ്റെ വിഷയമാണ് വളർന്ന് ഇത്ര വരെ ആയിപ്പോയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇങ്ങനെയാണ് പലപ്പോഴും ലൈഫിലെ കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഒരു ഇൻഫർമേഷൻ പോകുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ആഡ് ഓണും കൂടെ ചേർക്കും. അതിനനുസരിച്ച് കഥകൾ വളർന്ന് അങ്ങ് എത്തുമ്പോഴത്തേക്കും വേറെ ലെവൽ ഒരു സാധനമായിട്ടായിരിക്കും വരിക. അപ്പോൾ പിന്നെ നിങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ട് ഈ ടൈപ്പ് എൻ്റെ കഥ മാത്രമല്ല വേറെ ആരുടെയും കഥകൾ പൂർണ്ണമായിട്ട് അറിയാത്ത രീതിയിൽ പ്രചരിപ്പിക്കുകയോ എന്തെങ്കിലും റൂമേഴ്സ് ഉണ്ടാക്കി വിടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓർക്കുക, കുറേ കാലം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കായിരിക്കും ഈ സാധനം പോവുക എന്നുള്ളത്. മേ ബി നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അറിയാത്ത ചെയ്യാത്ത കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള വലിയ കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കട്ടെ. ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താ? ഒരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞത് അടുത്ത ആളിലേക്ക് എത്തുന്നു എന്നനുസരിച്ച് അത് വലുതായി പോകുന്നു എന്നുള്ളതാണ്. പറയേണ്ട കാര്യം സമയത്ത് പറയാതിരിക്കുന്നത് കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിനെക്കുറിച്ച് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ പറയാം. ടിൽ വി മീറ്റ് അഗെയിൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു, RJ Sharon, സൈനിങ് ഓഫ്.